ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 108 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ജാബാലി വാക്യമാണ് ഇതിലെ പ്രതിപാദ്യം. ആശ്വാസയന്തം ഭരതം ജാബാലിർബ്രാഹ്മണോത്തമാം ഉവാച രാമം ധർമ്മജ്ഞം ധർമാഭേദമിതം വചാം. ധർമ്മജ്ഞനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഭരതനെ ആശ്വസിപ്പിക്കുമ്പോൾ രമണോത്തമനായിരിക്കുന്ന ജാബാലി കുറച്ച് വാക്കുകളൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. സാധുരാകപമാഭൂത്തെ ബുദ്ധിരേവം നിരർത്ഥികാം പ്രാകൃതസ്യ നരസ്യേവ ഹി ആര്യബുദ്ധേ തപസ്വിനാം. അല്ലയോ രാഘവ, കൊള്ളാം. തപസ്വിയായിരിക്കുന്ന സൽബുദ്ധിയായിരിക്കുന്ന അങ്ങയ്ക്ക് മൂഢനായിരിക്കുന്ന മനുഷ്യൻ എന്നതുപോലെ ഇങ്ങനെ നിരർത്ഥകമായിരിക്കുന്ന ബുദ്ധി തോന്നരുത്. കസ്യ പുരുഷോ ബന്ധു കിമാപ്യം കസ്യ കേനചിൽ ഏകോ ഹി ജായതേ ജന്തുരേക ഏവ വിനശ്യതി. ആർക്കാണ് ബന്ധു എന്ന് ചോദിക്കുകയാണ് ജാബാലി. കഴിഞ്ഞ സർഗത്തിന്റെ അവസാനത്തിൽ നമ്മൾ കേട്ടു, ശത്രുഘ്നൻ നിനക്ക് തുണയായിട്ടുണ്ട്, ലക്ഷ്മണൻ എനിക്ക് തോഴനായിട്ടുണ്ട് എന്നൊക്കെ ശ്രീരാമചന്ദ്രൻ പറയുന്നത്. അപ്പോൾ ജാബാലി പറയുകയാണ്, ആരാർക്കാണ് ബന്ധു, ആരാൽ ആർക്ക് എന്താണ് നേടാനായിട്ട് കഴിയുക. ദേഹികൾ തനിയെ വന്ന് ജനിക്കുന്നു, തനിയെ നശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തസ്മാൽ മാതാപിതാ ചേരി രാമസജ്ജേതയോ നര ഉന്മത്ത ഇവ സജ്ഞേയോ നാസ്തികസിദ്ധി കസ്യചിൽ. അതുകൊണ്ട് മാതാവ് പിതാവ് എന്നൊക്കെ പറഞ്ഞ് ആസക്തനായിരിക്കുന്ന നരനെ ഉന്മത്തനായിരിക്കുന്ന ഒരുവനെ പോലെയാണ് കരുതേണ്ടത്. ആർക്കും ആരുമില്ല. യഥാ ഗ്രാമാന്തരം ഗച്ഛൻ നരകസ്യൽ ക്വചിൽ ഉത്സൃജ്യ ചതമാവാസം പ്രതിഷ്ഠതോ പരീഹനെ. ഗ്രാമാന്തരത്തിൽ പോകുന്ന ഒരാൾ എവിടെയെങ്കിലും ചെന്ന് പാർക്കും, പിറ്റേന്ന് ആ പാർപ്പിടം വിട്ട് പോവുകയും ചെയ്യും. അതുപോലെ ഏവമേവ മനുഷ്യാണാം പിതാമാതാ ഗൃഹം വസു ആവാസമാത്രം കാകുൽസ്ഥ സജ്ജന്തേ നാത്ര സജ്ജനാഹ. അതുപോലെ തന്നെ മനുഷ്യർക്ക് അച്ഛനും അമ്മയും ഗൃഹവും ധനവും ഒരു പാർപ്പിടം മാത്രമാണ്. സജ്ജനങ്ങൾ ആരും ഇതിൽ ആസക്തരാവാറില്ലല്ലയോ രാമ. അതുകൊണ്ട് അങ്ങ് പിതൃദത്തമായിരിക്കുന്ന നാട് വിട്ട് ആപത്തേറിയതും വിഷമകരവും ദുഃഖമയവുമായിരിക്കുന്ന ദുഷ്പഥത്തിലൂടെ പോകരുത്. സമൃദ്ധയാമയോധ്യായാം ആത്മാനമഭിഷേചയ ഏകവേണീതരാഹ്യത്വാ നഗരീ സംപ്രതീക്ഷതേ. സമ്പൽ സമൃദ്ധമായിരിക്കുന്ന അയോധ്യ നഗരിയിൽ ചെന്ന് അങ്ങ് സ്വയം അഭിഷേകം ചെയ്ത് വാഴുക. ഏകവേണിയുമായിട്ട് ആ നഗരി അങ്ങയെ കാത്തിരിക്കുന്ന ഒരു വിരഹിണിയെ പോലെ മികച്ച രാജകീയ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇന്ദ്രൻ സ്വർഗത്തിലെന്നതുപോലെ അങ്ങ് അയോധ്യയിൽ വിഹരിക്കുക. നദേകച്ചിദ്ദശരഥസ്ത്വം തസ്യെന്ന കശ്ചന അന്യോ രാജാത്വമന്യസ്തു തസ്മാൽ കുര്യുദിച്ഛിതേ. ദശരഥൻ അങ്ങയുടെ ആരുമല്ല, അങ്ങ് അദ്ദേഹത്തിന് ആരുമല്ല. ദശരഥൻ ഒരാൾ, അങ്ങ് മറ്റൊരാൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ബീജമാത്രം പിതാജന്തോ ശുക്രം ശോണിതമേവ ച സംയുക്ത മൃദുമന്മാത്ര പുരുഷസ്യേകജന്മതൽ. പ്രാണിക്ക് പിതാവ് വെറും ഒരു ബീജം മാത്രമാണ്. ഋതുമതിയായിരിക്കുന്ന മാതാവിൽ ചേരുന്ന ശുക്ലശോണിതങ്ങളാണ് നരന്റെ ജന്മത്തിന്റെ ഹേതു. ആ നൃപതി അദ്ദേഹത്തിന് ചെല്ലേണ്ട സ്ഥാനത്ത് ചെന്നു. എല്ലാ ജീവന്റെയും ഗതി ഇതാണ്. അങ്ങ് വിഷമിക്കുന്നത് വെറുതെയാണ്.
ധർമാർത്ഥങ്ങൾ സ്വീകരിക്കുന്നവരെ കുറിച്ചാണ് എനിക്ക് വിഷമം. മറ്റാരെ പറ്റിയും എനിക്ക് വിഷമമൊന്നും ഇല്ല. ഇവിടെ ദുഃഖമനുഭവിക്കുന്നവര് പരലോകത്തിലും കഷ്ടപ്പെടാനായിട്ട് ഇടയാവും. അഷ്ടകാപിതൃദേവത്യമിത്യം പ്രസൃതോജന അന്നസ്യോപദ്രവം പശ്യ പ്രതോഹിക്കുമശിഷ്യതീം. ആ ആളുകള് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അഷ്ടകാശ്രാദ്ധവും മറ്റുമൊക്കെ നടത്തുന്നു. ആ ചോറിൻ്റെ ചിലവൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മരിച്ചുപോയവര് ഊണ് കഴിക്കുമോ? ഇവിടെ ഒരാളുണ്ട്, അത് മറ്റൊരാളുടെ വയറ്റിൽ ചെല്ലുമെങ്കിൽ ദൂരദേശത്ത് പോയവന് വേണ്ടിയും ഇങ്ങനെ ശ്രാദ്ധമൊട്ടിയാൽ മതിയല്ലോ. വഴിച്ചോറായിട്ട് അതവന് കിട്ടേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ജാബാലി. ദാനസംവനാഹ്യേതേ ഗ്രന്ഥാമേധാഭിവികൃതാഹം. യാഗം ചെയ്യുക, ദാനം ചെയ്യുക, ദീക്ഷ എടുക്കുക, തപം ചെയ്യുക, ത്യജിക്കുക എന്നെല്ലാം പറയുന്ന ഗ്രന്ഥങ്ങൾ ലാഭത്തിന് വേണ്ടിയിട്ട് സമർത്ഥന്മാർ ചമച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് പരലോകമില്ല എന്ന് നീ ധരിക്കുക. പരോക്ഷത്തെ പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് പ്രത്യക്ഷത്തെ നീ സ്വീകരിക്കുക. സർവലോക ദർശനമായിരിക്കുന്ന സൽബുദ്ധിയെ പ്രമാണമാക്കി ഭരതനിൽ പ്രസാദിതനായിട്ട് അങ്ങ് രാജ്യം കൈക്കൊണ്ടാലും. അപ്പോൾ ഇങ്ങനെ ജാബാലി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സർഗത്തിലെ പ്രതിപാദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.